ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് ഫോളിക് ആസിഡിനെ പറ്റിയിട്ടാണ്. നമ്മുടെ വീഡിയോസ് കാണുന്ന പലർക്കും തന്നെ ഇപ്പോഴും അറിയില്ല ഫോളിക് ആസിഡ് എടുക്കുന്നതിൻ്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന്, ഫോളിക് ആസിഡ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നും എന്നുള്ള കാര്യങ്ങളൊന്നും പലർക്കും തന്നെ ഇപ്പോഴും അറിയില്ല. നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ഒരു സമയത്ത് നമ്മൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സമയം മുതൽ ഏകദേശം നമ്മുടെ ത്രൂ ഔട്ട് ആ ഒരു പ്രഗ്നൻസി ടൈം വരെ ഡോക്ടർ നമുക്ക് എഴുതുന്ന മെഡിസിനാണ് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. ചിലവരിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഫോളിക് ആസിഡ് മാത്രം അടങ്ങിയിട്ടുള്ള മെഡിസിൻ എഴുതും. ചിലർക്ക് ഫോളിക് ആസിഡും അതുപോലെ മൾട്ടി വിറ്റമിനും കൂടി അടങ്ങിയിട്ടുള്ള മെഡിസിനാണ് നമുക്ക് എഴുതി തരാറ്. ഈ ഫോളിക് ആസിഡ് എന്ന് പറയുന്ന മെഡിസിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ പ്രഗ്നൻസിയുടെ ഒരു ത്രൂ ഔട്ട് സമയത്ത് ഉണ്ടെങ്കിൽ കൂടി തന്നെയും ഏറ്റവും കൂടുതൽ ഈ ഫോളിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ വേണ്ടുന്നത് ആദ്യത്തെ 3 മാസമാണ്. ഫസ്റ്റത്തെ ആ ഒരു ട്രൈമസ്റ്ററിലാണ് കുഞ്ഞിൻ്റെ ആ ഒരു നാഡീവ്യവസ്ഥയും അതുപോലെ കുഞ്ഞിൻ്റെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റും വന്ന് തുടങ്ങുന്നത്. ഈ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിനും നാഡീവ്യവസ്ഥയ്ക്കും കുഞ്ഞിന് എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടാകുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും ഈ ഫോളിക് ആസിഡ് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ആ ഒരു പ്രഗ്നൻസിയുടെ ഫസ്റ്റത്തെ ഒരു ട്രൈമസ്റ്ററിലാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ പ്രഗ്നൻസിയുടെ ആ ഒരു ഫസ്റ്റത്തെ ട്രൈമസ്റ്റർ കഴിയാറാകുന്ന ആ ഒരു സമയത്തായിരിക്കും ഒട്ടുമിക്ക സ്ത്രീകളും അവർ പ്രഗ്നൻ്റ് ആണ് എന്ന് അറിയുന്നത്. ഈ ഒരു കാര്യം നമ്മൾ മുൻകൂട്ടി അറിയാത്തത് കൊണ്ട് പലർക്കും തന്നെ ഫോളിക് ആസിഡിൻ്റെ മെഡിസിൻ കൃത്യമായിട്ട് എടുക്കാൻ പറ്റാതെ വരുന്നു. ഇങ്ങനെ മെഡിസിൻ എടുക്കാൻ പറ്റാതെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് പലരിലും തന്നെ കുഞ്ഞിന് ഗ്രോത്ത് ഉണ്ടാവുന്നില്ല, വളർച്ച ഉണ്ടാവുന്നില്ല, കുഞ്ഞിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ ശരീരം തന്നെ ഒന്നുകിൽ അബോർട്ട് ചെയ്ത് കളയും, അല്ലെങ്കിൽ നമ്മൾ തന്നെ മെഡിസിൻ വെച്ചിട്ട് അത് കളയേണ്ടതായിട്ടും വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും കുഞ്ഞിന് ഒരു ഗ്രോത്തോ ഒരു ഡെവലപ്മെൻറ്റൽ പ്രോബ്ലംസോ ഒന്നും ഇല്ലാതെ, കുഞ്ഞിൻ്റെ നെർവസ് സിസ്റ്റത്തിനൊന്നും ഒരു പ്രോബ്ലം ഇല്ലാതെ, ബർത്ത് ഡിഫക്റ്റ് ഒന്നും കുഞ്ഞിന് ഇല്ലാതെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഫോളിക് ആസിഡിൻ്റെ മെഡിസിൻസ്. ഈ ഫോളിക് ആസിഡിൻ്റെ മെഡിസിൻ പ്രഗ്നൻ്റ് ആകാനായിട്ട് ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ഒരു പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നതിന് 3 മാസമോ അല്ലെങ്കിൽ ഒരു 4 മാസം മുൻപോ നിങ്ങൾ എടുത്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ബെനിഫിറ്റ് പിന്നീട് അങ്ങോട്ടുള്ള നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ഓരോ സമയത്തും നിങ്ങളുടെ ശരീരത്തിൽ കാണാനായിട്ട് സാധിക്കുന്നു. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാർ ഫോളിക് ആസിഡിൻ്റെ മെഡിസിൻ എടുക്കുകയാണെങ്കിൽ അവരുടെ സ്പേമിലും ഈ ഒരു ഫോളിക് ആസിഡിൻ്റെ കണ്ടൻറ്റും അതിൻ്റെ ക്വാളിറ്റിയും കാണാനായിട്ട് സാധിക്കും. സാധാരണയായി ഒരു ഡോക്ടറെ നിങ്ങൾ പോയി കാണുന്ന ഒരു സമയത്ത് ഫോളിക് ആസിഡിൻ്റെ കണ്ടൻറ്റ് എല്ലാ ദിവസവും എത്തണമെങ്കിൽ നമ്മൾ ഈ ഭക്ഷണം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. നേരെ മറിച്ച് ഒരു 400 മില്ലിഗ്രാമിൻ്റെ മൈക്രോഗ്രാമിൻ്റെ നമ്മൾ മെഡിസിനും കൂടി വാങ്ങിച്ചിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നിരുന്നാൽ മാത്രമേ നമ്മുടെ ശരീരത്തിലോട്ട് വേണ്ടുന്ന ഫോളിക് ആസിഡിൻ്റെ കണ്ടൻറ്റ് കൃത്യമായിട്ട് ശരീരത്തിലോട്ട് എത്തുകയുള്ളൂ. ഡെയിലി നമ്മുടെ ശരീരത്തിലോട്ട് ഈ ഒരു അളവിൽ ഫോളിക് ആസിഡിൻ്റെ മെഡിസിൻ നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് നിങ്ങൾ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതാണ് ഫോളിക് ആസിഡിൻ്റെ ഗുണങ്ങളെ പറ്റി പറയാനായിട്ട് ഉള്ള കാര്യം. രണ്ടാമതായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ് ഫോളിക് ആസിഡിൻ്റെ മെഡിസിൻ ഞാൻ ഡയറക്റ്റ് ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പോയി വാങ്ങിച്ചിട്ട് കഴിച്ചോട്ടെ എന്നുള്ളതാണ്. പലരും തന്നെ ഫോളിക് ആസിഡിൻ്റെ മെഡിസിൻസ് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പോയി വാങ്ങിച്ചിട്ട് കഴിക്കാറുണ്ട്. അങ്ങനെ വാങ്ങിച്ചിട്ട് നമ്മൾ കഴിക്കുന്നത് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഫോളിക് ആസിഡിൻ്റെ മെഡിസിൻ തരൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളൊരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പോയി വാങ്ങിക്കാറ്. നേരെ മറിച്ചിട്ട് നിങ്ങൾ അത് ചെയ്യുന്നതിനേക്കാളും നല്ലത്, കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളൊരു ഡോക്ടറെ പോയി കാണുക. ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഫോളിക് ആസിഡിൻ്റെ മെഡിസിൻ ഏതാണ് വേണ്ടത് എന്ന് അവർ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരും. വൺസ് നമ്മുടെ കയ്യിൽ ഈ പ്രിസ്ക്രിപ്ഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കിത് മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിച്ചിട്ട് കഴിക്കാവുന്നതാണ്. ഒരു 3 മാസമോ അല്ലെങ്കിൽ 4 മാസമോ ഒക്കെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഫോളിക് ആസിഡിൻ്റെ മെഡിസിൻ കഴിക്കാവുന്നതാണ്. ഇനി അതിനുശേഷം എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമായിരിക്കും ഇത് എപ്പോഴായിരിക്കും കഴിക്കേണ്ടതെന്നുള്ള പറയുന്നത്. ഡയറക്റ്റായിട്ട് നമ്മളിപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇപ്പോൾ രാവിലെയോ അല്ലെങ്കിൽ ഒരു ഉച്ചക്കത്തെ സമയത്തോ ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ ഫോളിക് ആസിഡിൻ്റെ മെഡിസിൻ കഴിക്കാവുന്നതാണ് കേട്ടോ. ഇനി ഈ ഫോളിക് ആസിഡിൻ്റെ മെഡിസിൻ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മളിൽ എന്തെല്ലാം ബെനിഫിറ്റുകളാണ് കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിനുണ്ടാകുന്ന ബർത്ത് ഡിഫക്ട്സ് പ്രിവെൻറ്റ് ചെയ്യുന്നതിനും നമ്മൾ അനീമിക് ആവുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതിനും അതുപോലെ കുഞ്ഞിൻ്റെ തലച്ചോറിനും അതുപോലെ സുഷുമ്ന നാഡിക്കും ഉണ്ടാകുന്ന എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യുന്നതിനും ഇത് ഒരുപാട് സഹായിക്കുന്നു.
നമ്മുടെ ആ ഒരു പ്രഗ്നൻസി കൺഫേം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളിലൊരു ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും അതുപോലെ നമ്മുടെ നാഡീവ്യവസ്ഥയുടെ ഡെവലപ്മെൻറ്റും തുടങ്ങുന്ന ഒരു സമയമായിട്ടുണ്ടാകും. ഈ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ടുള്ള അളവിൽ ഫോളിക് ആസിഡ് ഉണ്ട് എങ്കിൽ ആ ഫോളിക് ആസിഡ് ഉള്ളതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിങ്ങൾ പ്രഗ്നൻസി നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് മറന്നു പോയി കഴിഞ്ഞാലും നിങ്ങളുടെ ശരീരത്തിൽ ആ പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള വിറ്റമിൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രഗ്നൻസി ഹെൽത്തി ആയിട്ട് തന്നെ കിട്ടും. നേരെ മറിച്ച് അങ്ങനെയല്ല എങ്കിൽ നിങ്ങൾക്ക് കെമിക്കൽ പ്രഗ്നൻസി ആയിട്ട് അത് പോകാനോ അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും ഡിഫക്ട്സോ അല്ലെങ്കിൽ ഒരു അബ്നോർമാലിറ്റീസോ കണ്ടിട്ട് അത് നമ്മൾ അബോർട്ട് ചെയ്ത് കളയേണ്ട ഒരു സിറ്റുവേഷൻ വരാനായിട്ടോ സാധ്യതയുണ്ട്. അപ്പോൾ ഫോളിക് ആസിഡിൻ്റെ മെഡിസിൻ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഫോളിക് ആസിഡ് വാങ്ങിച്ചിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരു ഡോക്ടറെ പോയി നിങ്ങൾ ഫോളിക് ആസിഡിൻ്റെ കണ്ടതിന് ശേഷം ഫോളിക് ആസിഡിൻ്റെ മെഡിസിൻ നിങ്ങൾ വാങ്ങിച്ചിട്ട് കഴിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഫോളിക് ആസിഡിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോൾ പ്രഗ്നൻ്റ് അല്ല, പ്രഗ്നൻസി ട്രൈ ചെയ്തുകൊണ്ട് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എഗ്ഗിന് അത്രത്തോളം ക്വാളിറ്റി കൊടുക്കുന്നതിനും ഈ ഫോളിക് ആസിഡ് സഹായിക്കുന്നു. ക്വാളിറ്റി ആയിട്ടുള്ള ഒരു എഗ്ഗും നിങ്ങൾ കഴിക്കുന്നുണ്ട് ഫോളിക് ആസിഡിൻ്റെ മെഡിസിൻ, അപ്പോൾ നിങ്ങളുടെ എഗ്ഗിന് ക്വാളിറ്റി ഉണ്ടാകുന്നു. നിങ്ങളുടെ ഹസ്ബൻഡ് ഫോളിക് ആസിഡ് കഴിക്കുന്നു, അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പേമിനും ക്വാളിറ്റി ഉണ്ടാകുന്നു. ക്വാളിറ്റി ഉള്ള ഒരു എഗ്ഗും ക്വാളിറ്റി ഉള്ള ഒരു സ്പേമും തമ്മിൽ ജോയിൻ ആയി വരുന്ന ആ ക്വാളിറ്റി ഉള്ള ഒരു എംബ്രിയോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഡിഫക്റ്റ് ഒന്നും ഇല്ലാതെ ആ ഒരു 9 മാസം സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പുറത്തേക്ക് വരാനായിട്ട് നമ്മുടെ ശരീരത്തെ ഒരുപാട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.